ബ്രിക്സിൻ്റെ ഈ കഴിഞ്ഞ സമ്മേളനം ബ്രസീലിൽ നടന്ന സമയത്ത് ട്രംപ് ബ്രിക് രാജ്യങ്ങൾക്കെതിരെ വലിയ ഒരു പ്രസ്താവന നടത്തി. അവർ അമേരിക്കയ്ക്കെതിരാണ്, അമേരിക്കൻ ഡോളറിനെതിരാണ്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായും അവർക്കെതിരെ വലിയ തീരുവ ഞാൻ ചുമത്തും എന്ന് അദ്ദേഹത്തിൻ്റെ പല പ്രസ്താവനകളോട് ചേർത്ത് വയ്ക്കാവുന്ന തരത്തിലുള്ള പെട്ടെന്നുള്ള ഒരു പ്രസ്താവന നടത്തി. അപ്പം ഈ കൂട്ടായ്മ അതുപോലെയുള്ള മറ്റു രാജ്യങ്ങൾ കൂട്ടായി എത്രമാത്രം അമേരിക്കയ്ക്കെതിരെ പ്രവർത്തിക്കാൻ കഴിയും എന്നതിനെക്കുറിച്ച് നമുക്ക് സംശയമുണ്ടെങ്കിലും, കാരണം ഇവരെല്ലാം ഒന്നിച്ച് പ്രവർത്തിക്കുമ്പോഴും അമേരിക്കയ്ക്ക് ഒരു വലിയ ശക്തി എന്നുള്ള രീതിയിൽ കുറേ സ്വാധീനം എന്തായാലും ഉണ്ടാകുമല്ലോ. ഇപ്പോൾ ബ്രിക്സ് എന്ന് പറയുന്ന രാജ്യം നിലവിൽ വന്നത് തന്നെ ലോക സമ്പദ് വ്യവസ്ഥയിൽ ഇന്ത്യ പോലുള്ള ബ്രസീൽ പോലുള്ള രാജ്യങ്ങൾക്ക് വേണ്ടത്ര പ്രാതിനിധ്യം പ്രധാനമായിട്ട് അന്താരാഷ്ട്ര സമ്പദ്ഘടനയിലെ സമ്പദ് വ്യവസ്ഥയിലെ പല സ്ഥാപനങ്ങളിലും സംവിധാനങ്ങളിലും ഘടനാപരമായി ഇല്ല എന്നുള്ള ഒരു ആശങ്കയും, അവർക്ക് ലോക ഇക്കണോമിക് ഓർഡറിൽ ആവശ്യമായിട്ടുള്ള അവർക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള സ്ഥാനം വേണമെന്നും ട്രേഡിൽ അവർക്ക് ആവശ്യത്തിനുള്ള പങ്കാളിത്തം വേണമെന്നും എല്ലാം ഡോളറിലൂടെ ആണെങ്കിൽ അവർക്കതുമായി മുന്നോട്ട് പോകുവാൻ കഴിയില്ല എന്നും ലോകത്തിലെ മറ്റ് വേൾഡ് ബാങ്കിൻ്റെയും മറ്റുമൊക്കെ ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെയും ഒക്കെ വിവേചനപരമായിട്ടുള്ള നിലപാടുകളിലും പ്രവർത്തനങ്ങളിലുമൊക്കെ പ്രതിഷേധിച്ചുകൊണ്ട് തങ്ങളുടേതായിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടാകണമെന്നുള്ള ആഗ്രഹത്തിൽ നിന്നാണ് ബ്രിക്സ് നിലവിൽ വരുന്നതും അത്തരത്തിലുള്ള ചില പ്രവർത്തനങ്ങൾ അവർക്ക് നടത്തുവാനും കഴിഞ്ഞിട്ടുണ്ട്. ഉദാഹരണമായിട്ട് ബ്രിക്സ് ഡെവലപ്മെൻറ്റ് ബാങ്കുണ്ട്, ബ്രിക്സ് കോണ്ടിജൻസി റിസർവ് ഫണ്ടുണ്ട്. അതിലെല്ലാത്തിലൂടെ അവർ ഉദ്ദേശിക്കുന്നത് പരമാവധി ഈ ബ്രിക്സ് രാജ്യങ്ങൾ തമ്മിൽ വ്യാപാരം നടത്തുമ്പോൾ കഴിവതും അവരുടെ കറൻസിയിൽ വ്യാപാരം നടത്തുക, അവരുടെ വിഭവങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യാപാരം ചെയ്ത് കുറച്ചും കൂടെ സ്വതന്ത്രമായിട്ടുള്ള ഒരു വ്യാപാരം പാശ്ചാത്യ രാജ്യങ്ങൾ ഉണ്ടാക്കി വച്ചിരിക്കുന്ന സമ്പദ്ഘടനയിൽ നിന്ന് ഒരു പരിധിവരെ പറയുകയാണെങ്കിൽ ബദലായിട്ടുള്ളൊരു വ്യവസ്ഥ ഉണ്ടാക്കണം എന്ന ലക്ഷ്യത്തോടുകൂടി കൊണ്ടുവരികയും കുറേ കാര്യങ്ങളെല്ലാം അവർക്ക് ചെയ്യുവാൻ കഴിഞ്ഞിട്ടുമുണ്ട്. പക്ഷേ നമുക്കറിയാം ബ്രിക്സിനെതിരെ ഭീഷണി ഉയർത്തുന്നുണ്ട്. ബ്രിക്സിനെതിരെ അമേരിക്ക പ്രത്യക്ഷത്തിൽ പറയുന്നെങ്കിലും യൂറോപ്യൻ യൂണിയൻ ഉൾപ്പെടെ ബ്രിക്സിനെ വേണ്ട ഒരു താല്പര്യത്തിനോടല്ല കാണുന്നത്. അതിൽ തന്നെ അത് അങ്ങനെ ഒരു പാശ്ചാത്യ വിവേചനം നമ്മളോടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അപ്പോൾ നമ്മൾ കണ്ടില്ലേ, അമേരിക്കയും യൂറോപ്യൻ യൂണിയനും തമ്മിൽ ആദ്യഘട്ടത്തിൽ വലിയ രീതിയിലുള്ള തർക്കങ്ങളാണ് ഈ ടാരിഫിൻ്റെ കാര്യത്തിലുണ്ടായത്. പക്ഷേ ഏറ്റവും കുറഞ്ഞ ഒരു ടാരിഫാണ് യൂറോപ്പും അമേരിക്കയും തമ്മിലുള്ള വ്യാപാരത്തിൽ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. അത്രയും കുറഞ്ഞൊരു വ്യാപാരം, ഒരു ടാരിഫ് മറ്റേതെങ്കിലും ഒരു രാജ്യത്തിന് കൊടുക്കുവാൻ സാധ്യതയുണ്ടോ എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അമേരിക്കയും യൂറോപ്പും എപ്പോഴും ഒരു സ്പെഷ്യൽ റിലേഷൻഷിപ്പാണ്. നമ്മൾ ഇന്ത്യയുമായിട്ടുള്ള ഈ സ്ട്രാറ്റജിക് റിലേഷൻഷിപ്പ് ശക്തിപ്പെട്ടു വന്ന സമയത്ത് നമ്മൾ പലരും പറഞ്ഞിരുന്നത് അമേരിക്കയും യൂറോപ്പും എപ്രകാരമുള്ളൊരു ബന്ധമാണോ ഉള്ളത്, അപ്രകാരമുള്ള ഒരു ബന്ധം ഇന്ത്യയും അമേരിക്കയും തമ്മിലുണ്ട് എന്നുള്ള വാദങ്ങളൊക്കെ മുന്നോട്ട് വന്നിരുന്നു. പക്ഷേ അന്നേ അത് നമുക്കറിയാമായിരുന്നു, അതൊന്നും നിലനിൽക്കുന്ന വാദങ്ങളല്ല. അപ്പോൾ അവർ പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നുള്ള ഒരു കൂട്ടായ്മ ഇപ്പോഴും ശക്തമായി തുടരുന്നു. ആ കൂട്ടായ്മയ്ക്കെതിരെയും അവർ ലോകരാജ്യത്തിൽ കാണിക്കുന്ന സാമ്പത്തികവും രാഷ്ട്രീയവുമായിട്ടുള്ള മേധാവിത്വത്തിനെതിരെയുമാണ് ബ്രിക്സ് രാജ്യങ്ങൾ, ഇന്ത്യ ഉൾപ്പെടെയുള്ളവർ കൂട്ടായി പ്രവർത്തിക്കുന്നത്. പക്ഷേ ഈ ബ്രിക്സിൽ തന്നെ പല പ്രശ്നങ്ങളുണ്ടല്ലോ. ചൈനയുണ്ട്, റഷ്യയുണ്ട്, ഇപ്പോൾ സൗദി അറേബ്യ ഉണ്ട്. അങ്ങനെ കുറേയധികം രാജ്യങ്ങൾ കൂടി ഇപ്പോൾ അതിനോടൊപ്പം ചേർന്നിട്ടുണ്ട്. ഇവർ തമ്മിലും പല കാര്യങ്ങളിലും യോജിപ്പില്ല. ഇവരിൽ തന്നെ പല രാജ്യങ്ങൾ, ഇപ്പോൾ ബ്രസീൽ വളരെ ശക്തമായിട്ടുള്ള നിലപാട് അമേരിക്കയ്ക്ക് എടുത്തിട്ടുണ്ട്. ചൈനയുമായി ഇനി അമേരിക്ക ഒരു ഡീലിൽ എത്തുകയാണെന്നുണ്ടെങ്കിൽ അവർ ഈ ബ്രിക്സിലെ മറ്റു രാജ്യങ്ങളുടെ താല്പര്യങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് തന്നെ അവർ വ്യാപാര കരാറിലേക്ക് പോകാനാണ് സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത്. റഷ്യ ഇതിലെ ഒരു പ്രധാന രാജ്യമാണ്. റഷ്യയും അമേരിക്കയുമായി ഈ യുക്രൈൻ്റെ കാര്യത്തിൽ പരസ്പരം വെല്ലുവിളികളും പോർവഴികളും ഒക്കെ മുഴക്കുന്നുണ്ടെങ്കിലും ഏത് നിമിഷവും ട്രംപും റഷ്യയും തമ്മിലൊരു കരാറിലേക്ക് പോകാം. കാരണം അത്തരത്തിലാണ് നമ്മൾ കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പരസ്പരം പോർവിളിക്കുന്ന, വലിയ രീതിയിലുള്ള ചുങ്കം ചുമത്തുന്നവർ തമ്മിൽ ഒരു സുപ്രഭാതത്തിൽ കരാറിലേക്ക് എത്തുന്ന ഒരു കാഴ്ചയും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ബ്രിക്സ് പോലെയുള്ള രാജ്യങ്ങൾ ഇന്ത്യയെ കൂടെ നിർത്തിക്കൊണ്ട്, ഇന്ത്യക്ക് പറ്റുന്നവരെയൊക്കെ കൂടെ നിർത്തിക്കൊണ്ട് ഇതിനെതിരെ ഒരു നിലപാടെടുക്കുന്നത് ഏറ്റവും സ്വീകാര്യമാണ്. പക്ഷേ അതിപ്പോഴത്തെ സാഹചര്യത്തിൽ എത്രമാത്രം സാധ്യമാണ് എന്ന് നമുക്ക് അറിയാൻ കഴിയില്ല. നമ്മൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുണ്ടായിരുന്ന പ്രശ്നത്തിൽ തന്നെ നമുക്ക് ലോകരാജ്യങ്ങളിൽ നിന്ന് കിട്ടിയ പിന്തുണ വലിയ തോതിൽ ഉണ്ടായിരുന്നെന്ന് കരുതാൻ കഴിയില്ല. അമേരിക്ക തന്നെയാണ് അതിലെ ഏറ്റവും വലിയ
ഒരു ഉദാഹരണമായിട്ട് നമുക്ക് കാണാവുന്നത്. അതുപോലെ തന്നെ പാകിസ്ഥാനും അമേരിക്കയും തമ്മിൽ ഇപ്പം അടുക്കുന്നത് സംബന്ധമായിട്ടില്ല. അത് അവരുമായിട്ട് വലിയ ട്രേഡ് നടത്തും, അവിടെ ഓയിൽ ഇന്ത്യ ഭാവിയിൽ അവിടുന്ന് വാങ്ങേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കും. ഇത്തരത്തിലുള്ള പ്രസ്താവനകളൊക്കെ ഒരു പരിധിവരെ പറയുകയാണെങ്കിൽ വലിയ ഗീർവാണത്തിന് അപ്പുറത്ത് പ്രസക്തി ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. ചിലപ്പോൾ നമ്മളെ സമ്മർദ്ദത്തിലാക്കാനായിരിക്കും. അപ്പോൾ ഈ ചോദിച്ച ചോദ്യത്തിന് നമുക്ക് എത്രമാത്രം ലോകത്തിലെ മറ്റു രാജ്യങ്ങളെ കൂടെ നിർത്തിക്കൊണ്ട് ഈ തീരുവയ്ക്കെതിരെ പോരാടുവാൻ കഴിയും, അല്ലെങ്കിൽ നിലപാട് സ്വീകരിക്കാൻ കഴിയും എന്നതിലും വലിയ ഒരു കൃത്യമായ ഉത്തരം നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ അങ്ങനെ ഒന്നും ഉണ്ടായാൽ നല്ലതാണ്. പക്ഷേ ഉണ്ടാകുന്നതിന് പല പരിമിതികളുണ്ട്. പക്ഷേ അതൊരു സാധ്യതയാണ് എന്ന് മാത്രമേ ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയൂ. ശരി.